ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ സ്നേഹസ്വരൂപനായ ദൈവത്തിൻ്റെ അവിശുദ്ധ പാദപീഠത്തിലേക്ക് നമുക്കൊരു ദിവസം കൂടെ പ്രവേശിക്കുവാൻ കർത്താവ് തന്ന വലിയൊരവസരം, വലിയൊരവസരം. ആ അവസരത്തിലേക്ക്, ആ സാന്നിധ്യത്തിലേക്ക്, ആ വിടുതലിലേക്ക്, ആ സന്തോഷത്തിലേക്ക്, ആ ഫീസ്റ്റിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. വളരെ അനുഗ്രഹീതമായ ഒരു ചിന്തയിലേക്ക് ഇന്ന് കർത്താവ് എൻ്റെ പ്രാർത്ഥനാ സമയം എന്നെ കൂട്ടിക്കൊണ്ടുപോയി. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ചിന്ത. അതിൽ വായിച്ചൊരു വാക്കിങ്ങനെയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 15-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. വിശുദ്ധ പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 15-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ തിരുവചനം നിങ്ങളെല്ലാവരും ഒന്നെടുത്തേ. അതിലെന്തുവാ പറഞ്ഞേക്കുന്നത്? എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. എന്നാൽ ശക്തരായ നാം, പൗലോസിനെ കുറിച്ചും ഈ ലേഖനം വായിക്കുന്നവരെ കുറിച്ചുള്ള ദൈവിക വെളിപ്പാടിൽ നിന്ന് പറയുന്നൊരു വാക്കാണ് താങ്കൾ ശക്തനാണ് എന്ന്. ചെറിയ കാര്യമൊന്നുമല്ല. പൗലോസിനെ കുറിച്ചും ഈ ലേഖനം വായിക്കുന്ന ആരൊക്കെ വായിക്കുന്ന പൗലോസിനറിയാം. വായിക്കുന്നവനെ കുറിച്ചും വായിച്ച് കേൾക്കുന്നവനെ കുറിച്ചും ഉള്ള ഒരു മോട്ടിവേഷൻ അല്ല, ഒരു എൻകറേജ്മെന്റ് അല്ല, ഒരു പ്രൈസിങ് അല്ല, ഒരു റെവലേഷനാണ്. നിങ്ങൾ ശക്തനാണ്, അല്ലെങ്കിൽ നിങ്ങൾ ശക്തർ ആണ് എന്നുള്ളത്. ഇത് ഈ തീയതിയിൽ, ഈ ആണ്ടിൽ നമ്മൾ ഈ തിരുവെഴുത്ത് വായിക്കും എന്നും പേരറിയത്തില്ലെങ്കിലും പൗലോസിനറിയാം. ഇത് പൗലോസിന്റെ കാലത്തോടുകൂടെ മാഞ്ഞു പോകുന്ന തിരുവെഴുത്തല്ല. ഇത് പരിശുദ്ധാത്മ പ്രേരിതമായി ഇത് എഴുതപ്പെട്ടതായതുകൊണ്ട് പൗലോസിന്റെ കാലശേഷവും യുഗായുഗങ്ങളോളം ഈ തിരുവെഴുത്ത് ഇനി വായിക്കാനുള്ളതാണെന്നുള്ളത് കൊണ്ട് വായിക്കുന്നവനും വായിച്ച് കേൾക്കുന്നവനും ഒരു ദൈവിക വെളിപ്പാടുണ്ടാകണമെന്ന് പൗലോസിന് തോന്നിയിട്ട് പൗലോസ് ഒരു സത്യം ദൈവം നൽകിയ വെളിപ്പാടിനാൽ സഭയ്ക്ക് നൽകുന്നു, പ്രിയപ്പെട്ടവർക്ക് നൽകുന്നു, താങ്കൾക്ക് നൽകുന്നു. പാപിയാണെന്നും ദുഷ്ടനാണെന്നും ദൈവനിഷേധിയാണെന്നും ശപിക്കപ്പെട്ടവനാണെന്നും എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ലെന്നും ഞാൻ ഇതിനൊന്നും ഉള്ളവനല്ലെന്നും ഇതൊക്കെ കളയുന്നതാ നല്ലതെന്നും ഒക്കെ സ്വയം വിധിച്ച് സ്വയം ശപിച്ച് ആ ഗിൽട്ടിനകത്ത് ജീവിക്കുന്ന, ആ സെൽഫ് കണ്ടംനേഷനകത്ത് ജീവിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിങ്ങൾ ശക്തർ ആണ്, നിങ്ങൾ ശക്തരാണ്, നാം ശക്തരാണ്, നാം ശക്തരാണ്. ഒരുപാട് ബലഹീനതകളുള്ള മനുഷ്യരെ നോക്കിയിട്ട് പൗലോസ് ഈ വേർഡ് പറയുന്നത് താങ്കൾ ശക്തനാണ്. ഓ മൈ ഗോഡ്. കർത്താവ് എന്നെ നോക്കിയപ്പോൾ ഇവന് കൊള്ളാം, ഇവൻ കൊള്ളാം, ഇവന്റെ ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ ഇവനെ ഒന്ന് ഞാൻ അഭിഷേകം ചെയ്താൽ ഇവന്റെ ആരോഗ്യം പോണ കാലഘട്ടം വരെ ഇവനെ കൊണ്ട് 10 എണ്ണത്തിനെ നേടാം. നോ, അങ്ങനെ ദൈവം പ്രായം നോക്കിയും സൗന്ദര്യം നോക്കിയും തിണ്ണമെടുക്കു നോക്കിയൊന്നും കർത്താവ് ആരെ അഭിഷേകം ചെയ്യത്തില്ല. ഒരു വ്യക്തിയിലേക്ക് ദൈവത്തിന്റെ ദൃഷ്ടി പതിയുന്നുണ്ടെങ്കിൽ തങ്കിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രൊപ്പോർഷൻ, എന്തെങ്കിലും ഒരു ഇമ്പാർട്ടേഷൻ ഒരുവന്റെ മേൽ നൽകി കഴിഞ്ഞാൽ ദൈവം അനുദപിക്കുകയില്ല എന്ന് ദൈവത്തിന് ഉറപ്പുള്ളവന്റെ മേലെ പകരത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് അഭിഷേകം പ്രാപിച്ചതിന് ശേഷം തെറ്റ് ചെയ്തവർ എന്നെ കേൾക്കുന്നുണ്ട്. അഭിഷേകം പ്രാപിച്ചതിന് ശേഷവും പാപം ചെയ്തവർ എന്നെ കേൾക്കുന്നുണ്ട്. ശുശ്രൂഷയിൽ ഇരിക്കുമ്പോൾ തന്നെ തെറ്റുകൾ സംഭവിച്ചവർ എന്നെ കേൾക്കുന്നുണ്ട്.
ഞാൻ ഇനി ഒരിക്കലും ആവർത്തിക്കുകയല്ല എന്ന് പറഞ്ഞ തെറ്റ് വീണ്ടും ആവർത്തിച്ചവരെന്നെ കേൾക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ എല്ലാവരെയും കൂടെ കളക്ട് ചെയ്ത ഈ സംസാരിക്കുന്നത്, നിങ്ങൾ ശക്തരാണ്. ദൈവം ഒരു വ്യക്തിയെ ശക്തനെന്ന് വിളിക്കുന്നത് അവൻ്റെ പല്ലിൻ്റെയോ എല്ലിൻ്റെയോ ബലം കണ്ടിട്ട് അല്ല. ഗ്രഹിക്കുന്നോ? അവൻ്റെ പല്ലിൻ്റെയോ എല്ലിൻ്റെയോ ബലം കണ്ടിട്ടല്ല ദൈവം ഒരു വ്യക്തിയെ ശക്തൻ എന്ന് അഭിഷേകം ചെയ്യുന്നത്, ശക്തൻ എന്ന് വിളിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ, അല്ല ദൈവമക്കളൊന്ന് വന്നേ എൻ്റെ കൂടെ. അപ്പോസ്തല പ്രവൃത്തികൾ, താങ്ക് യു ഫോർ യുവർ വണ്ടർഫുൾ പ്രസൻസ് മൈ ലോർഡ് ഹോളി സ്പിരിറ്റ്. 10:38 നിങ്ങളൊന്ന് വന്നേ. 10:38 ഒന്ന് വന്നേ എല്ലാ ദൈവമക്കളും. അപ്പോസ്തല പ്രവൃത്തികൾ 10:38. നസറയനായ യേശുവിനെ ദൈവം പരിശുദ്ധ ആത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. നസറയനായ യേശുവിനെ ദൈവം ആർക്ക് ശക്തി നൽകി? ദൈവം യേശുവിന് ശക്തി നൽകി. ആരാണ് യേശു? മനുഷ്യപുത്രനാണ് യേശു, ദൈവപുത്രനാണ് യേശു. ദൈവപുത്രനായിരിക്കെ മനുഷ്യപുത്രനായി അവതരിച്ച യേശു കർത്താവിന് സ്വർഗത്തിൽ നിന്നൊന്നും കൊണ്ടുവന്ന് ഇവിടെ വ്യാപാരം ചെയ്തതല്ല. എല്ലാം മനുഷ്യപുത്രനായി പിറന്നിട്ട് സ്വർഗത്തിൽ നിന്ന് പ്രാപിച്ചു വ്യാപാരം ചെയ്തതാണ്. അതൊരു ഭയങ്കര വെളിപ്പാടാ. ദൈവപുത്രനല്ലേ, എന്തു ആവാലോ, തീരുമാനിച്ച അതുപോലെ നടക്കാം, നോക്കി അതുപോലെ നടത്താം, പറഞ്ഞ അതുപോലെ നടക്കും. നോ, ദൈവപുത്രനായി ഇരിക്കെ എനിക്കും താങ്കൾക്കും വേണ്ടി, അതായത് ചുമക്കാൻ വേണ്ടി, എന്താ അശക്തന്റെ ബലഹീനത ചുമക്കാൻ വേണ്ടി. നമ്മൾ വായിച്ച പദവും ഞാൻ ഈ പറഞ്ഞ വാക്കും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. വായിച്ച വാക്യത്തിലേക്ക് ഒന്ന് പ്രിയപ്പെട്ടവർ വന്നേ. എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും, അതിന് പാസ്റ്ററേ, ബ്രദറെ, എനിക്ക് തന്നെ ഇവിടെ ഞാനേ അശക്തനായിട്ടിരിക്കുകയാണ്, എനിക്ക് എൻ്റെ ഭാരം തന്നെ ചുമക്കാൻ മേല, പിന്നെ എങ്ങനെ ഞാൻ മറ്റൊരാളുടെ ഭാരം കൂടെ ചുമക്കണമെന്ന് പറയുന്നത്? ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ പല്ലിൻ്റെയോ എല്ലിൻ്റെയോ ശരീരത്തിൻ്റെയോ ബലം കണ്ടിട്ടല്ല ഈ ടേം ദൈവാത്മാവ് ഉപയോഗിക്കുന്നത്. ഏതൊരു വ്യക്തിയും, നമ്മളെല്ലാവരും ഒരു ഹ്യൂമൻ ബീയിങ് ആണെന്ന് പറയുന്നത് പോലെ വി ആർ എ സ്പിരിച്വൽ, നമ്മൾ ആത്മീയനും കൂടെയാണ്. അപ്പൊ ആത്മീയന്റെ ബലം സംഭരിക്കുന്ന ശാല എവിടാന്ന് ചോദിച്ചാൽ അവന്റെ സ്പിരിറ്റിൽ തന്നെയാണ്. അതിന്റെ സോഴ്സ് എവിടുന്നാന്ന് ചോദിച്ചാൽ അത് ഹെവനാണ്. അതുകൊണ്ട് ആ കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഉയരത്തിലുള്ളത് തന്നെ പ്രാപിപ്പീൻ എന്ന് പൗലോസ് പറയുന്നത്. ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അവന്റെ സറൗണ്ടിങ്സിൽ ഉള്ള ഏതൊരു ബലഹീനതയെയും ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ഹെവൻലി കപ്പാസിറ്റി കർത്താവ് ഒരു സ്പിരിച്വൽ ബീയിങ്ങിന് നൽകും. പത്രോസിന് കാല് ശരിയാവണ്ണം, അല്ലെങ്കിൽ പത്രോസിന് കാലിന് പ്രത്യേകിച്ച് പെയിൻ ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല ഒരു മുടന്തനെ സൗഖ്യമാക്കിയത്. പൗലോസിന് തലേ ദിവസം കല്ലേറ് കൊണ്ടതിൻ്റെ പെയിൻ ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ അടി കൊണ്ടതിൻ്റെ പാട് മാഞ്ഞു പോയിട്ടോ അടി കൊണ്ടതിൻ്റെ പെയിൻ ഇല്ലാഞ്ഞിട്ടോ ശരീരത്തിൽ മറ്റു ബലഹീനതകൾ ഇല്ലാഞ്ഞിട്ടോ അല്ല താൻ രോഗികളെ സൗഖ്യമാക്കിയത്. തൻ്റെ ഉള്ളത്തിൽ വേദന ഇല്ലാഞ്ഞിട്ടില്ല കാരാഗ്രഹത്തിൽ കിടന്നു മറ്റുള്ളവരുടെ മനസ്സിൻ്റെ മുറിപ്പാടുകളെ പൊറുപ്പിക്കുന്ന ലേഖനങ്ങൾ പരിശുദ്ധാത്മാവിൽ എഴുതിയത്. തൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഇല്ലാഞ്ഞിട്ടല്ല എല്ലാ ദിവസവും അർദ്ധരാത്രിയിൽ പാടി പൗലോസും ശീലാസും കൂടെ ദൈവത്തെ സ്തുതിച്ചത്. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിതത്തെ, നമ്മുടെ സ്പിരിച്വൽ ലൈഫിനെ 2 ടേബിളായിട്ട്, അല്ലെങ്കിൽ ഒരു ടേബിൾ നമ്മൾ അതിനു വേണ്ടി തയ്യാറാക്കിയാൽ, ആ ടേബിളിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്താൽ, ഒരു വശത്തിൽ നമ്മുടെ ബലഹീനതകളെ നമ്മൾ എഴുതി കുറിച്ച് വെച്ച് കഴിഞ്ഞാൽ, മറുവശത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പുറത്ത് എന്ത് ഞാൻ അനുഭവിക്കുന്നോ അതിൽ നിന്ന് അതേ വേദന അനുഭവിക്കുന്നവന്റെ വേദനയെ ചുമക്കാനുള്ള ട്രെയിനിങ് ടൈമിലാണ് ദൈവം എന്നെയും താങ്കളെ ആക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസിഡന്റിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ
ഇതൊക്കെ എൻ്റെ ശാപമാണെന്നോ വിധിയാണെന്നോ ഒക്കെ കരുതി സ്വയം വിധിച്ച് കുറ്റപ്പെടുത്തുന്നതിന് പകരം അതിനകത്ത് നിങ്ങളൊരു പോസിറ്റീവായിട്ടുള്ള ഒരു തോട്ട് പാറ്റേണിലേക്ക് നിങ്ങളുടെ മനോവികാര മണ്ഡലങ്ങളെ നിങ്ങൾ ട്രെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും, ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരുവനെ ഇതേ അവസ്ഥയ്ക്കകത്തുനിന്ന് പൊക്കിയെടുക്കാനുള്ളവനാണ്. ഇപ്പോഴത്തെ എൻ്റെ ഈ ഒരു ടൈമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ റീസെൻ്റ്ലി ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും റീസെൻ്റ്ലി ഞാൻ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതുമാകുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ മീൻസ് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ, ഒരു സന്ദർഭത്തിൽ ഞാൻ ഗോ ത്രൂ ചെയ്ത വിഷയങ്ങളാണ്. ഒരു സമയത്ത് ഞാൻ കടന്നുപോയ വിഷയങ്ങളാണ്. ഞാൻ ഫേസ് ചെയ്തിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ലെന്നും ഞാൻ സ്വയം എന്നെ ശപിക്കുകയും ഞാൻ സ്വയം ദൈവത്തെ ശപിക്കുകയും വരെ ചെയ്ത സന്ദർഭങ്ങളിലുള്ള അതേ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നവരെ കർത്താവ് എന്നെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അവരുടെ പെയിൻ മനസ്സിലാക്കാൻ പറ്റും. നോക്കിയേ, വിശപ്പ് എന്താണെന്ന് അറിഞ്ഞവനെ വിശക്കുന്നവൻ്റെ കത്തൽ എന്താണെന്ന് മനസ്സിലാക്കത്തുള്ളൂ. വിശക്കുന്നു എന്ന് പറയുമ്പോൾ വിശക്കുന്നു എന്ന് പറയുന്ന ഒരു വികാരമാണെങ്കിലും ഒരു കത്തല, അകത്തൊരു കത്തല. അപ്പോൾ വിശപ്പ് എന്ന് പറയുമ്പോൾ അവൻ തീക്കകത്ത് നിന്നോണ്ടാണ് എനിക്ക് വിശക്കുന്നു എന്ന് പറയുന്നതെന്ന് മനസ്സിലാവണമെങ്കിൽ 3, 4, 5, 6 നേരം വെട്ടി വിഴുങ്ങാൻ ഫുഡുള്ളവന് കാര്യം മനസ്സിലാകത്തില്ല. വല്ലപ്പോഴെങ്കിലും വിശപ്പിൻ്റെ അനുഭവത്തിൽ കൂടെ പോകുന്നവനെ മനസ്സിലാകത്തുള്ളൂ. സാമ്പത്തിക ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് എന്ത് നോക്കിയാലും ആശിച്ച വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്നവൻ്റെ ഉള്ളിൽ സമ്പത്തില്ലാത്തവൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കത്തില്ല. വല്ലപ്പോഴും ഒക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടിനകത്ത്, ആ ക്രൈസിസിനകത്തുകൂടെ കടന്നു പോയവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട്, അതിൻ്റെ പെയിൻ എന്താണെന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ. എല്ലാ അവസ്ഥകളിലൂടെയും ദൈവം എന്നെ കടത്തി വിട്ടിട്ടുണ്ട്. എല്ലാ അവസ്ഥകളിലൂടെയും ഈ പ്രായത്തിനകത്ത് നല്ല രീതിയിലുള്ള കുറേ അവസ്ഥകൾക്കകത്തൂടെ കർത്താവ് കടത്തി വിട്ടിട്ടുണ്ട്. എല്ലായിടത്തും ദൈവത്തിൻ്റെ ആ ഒരു ഷാലോ കൂടെ ഇരുന്നു, ദൈവത്തിൻ്റെ ആ ഒരു കരം കൂടെ ഇരുന്നു. അതുകൊണ്ട് ഇന്ന് നിങ്ങളെ ബലപ്പെടുത്താൻ പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കുന്നു. അപ്പം യേശുവിനെ പിതാവായ ദൈവം ശക്തൻ എന്ന് കണ്ടത് തന്നിൽ നിറച്ചിരുന്ന, ശ്രദ്ധിക്കണേ, തന്നിൽ നിറച്ചിരുന്ന പരിശുദ്ധ ആത്മാവിൻ്റെ ശക്തിയെ താൻ എത്ര കണ്ട് വർദ്ധിപ്പിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഒരു സുപ്രഭാതത്തിൽ ഒരു കൊട്ടയ്ക്കൻ്റെ തലമേൽ കൊണ്ട് തട്ടിയ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് എങ്കിലും ഞാൻ എത്ര കാലം ഈ ഭൂമിയിൽ ജീവിക്കുന്നു അത്രയും കാലം ആ ശക്തിയെ എത്ര കണ്ട് ഞാൻ വർദ്ധിപ്പിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സ്പിരിച്വൽ ബീയിങ് എന്നുള്ള നിലയിൽ എൻ്റെ ശക്തിയെ, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു സ്ട്രെങ്ത്തിനെ സ്വർഗം മെഷർ ചെയ്യുന്നത്. പലരും ശക്തി പ്രാപിച്ചിട്ട് കൊണ്ട് കളയും. പലരും ഒരു വചനം അങ്ങോട്ട് കേട്ട് ശക്തി അങ്ങോട്ട് പ്രാപിച്ചിട്ട് എന്ന് പറഞ്ഞ് അകത്തോട്ട് വലിച്ചെടുക്കും, എന്ന് പറഞ്ഞ് പുറത്തേക്ക് തള്ളും. എന്തെങ്കിലും ഒരു അവസ്ഥ വന്നാൽ മതി. നമ്മളെല്ലാവരുടെ കാര്യമായി പറയുന്നേ, ആരെയും മാറ്റി നിർത്തിയൊന്നുമല്ല. സഡൻലി പെട്ടെന്ന് അകത്ത് ആത്മാവുള്ളവൻ ഇതൊരു സാത്താൻ്റെ സ്കീമിനകത്ത് പെട്ടൊരു കാര്യമാണെന്ന് മനസ്സിലാക്കിയാൽ, സാത്താൻ്റെ ട്രിക്കിനകത്ത് പെട്ട ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കിയാൽ, സഡൻലി അതിനെ റെക്ടിഫൈ ചെയ്ത് നമുക്കുടനെ ആ ശക്തി കേന്ദ്രത്തെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആ ഒരു ദൈവശക്തി വരുന്ന റൂട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗാർഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കണമെന്ന് പറയുമ്പോൾ, ഇന്ന് സ്പിരിച്വൽ പവർ ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റൊരു വ്യക്തിയുടെ അരികിലേക്ക് പോയി അവരെ ശുശ്രൂഷിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഫേസ് ചെയ്യുന്ന എല്ലാവരും സ്പിരിച്വൽ അല്ല. അവർ സ്പിരിച്വൽ ആണെന്ന് അവർ കരുതും. പക്ഷെ അവരുടെ സ്പിരിച്വൽ സ്ട്രെങ്ത്തിനെ എല്ലാം ഏറിയ അളവിലും സാത്താനാൽ ബാധിക്കപ്പെട്ട് വികൃതമാക്കിയിട്ടിരിക്കുന്നവരുടെ അരികിലേക്കായിരിക്കും കർത്താവ് ദിവസവും നമ്മളെ നടത്തുന്നത്. നമ്മൾ മനസ്സിലാക്കണം, അതൊക്കെ മനസ്സിലാക്കണേ. നമ്മൾ ഇപ്പോൾ ഒരു പാസ്റ്റർ, ഇപ്പോൾ പാസ്റ്ററായ ഞാൻ
ഒരു പാസ്റ്ററെ എല്ലാ ദിവസവും ഞാൻ പോയി പാസ്റ്റർമാരെ മാത്രമാണോ ഞാൻ ഡീൽ ചെയ്യുന്നത്? അല്ല. ഒരു വിശ്വാസിയായ ഞാൻ എല്ലാ ദിവസവും വിശ്വാസികളെ മാത്രമാണോ ഡീൽ ചെയ്യുന്നത്? അല്ല. ഞാൻ പല ടൈപ്പിലുള്ള ആൾക്കാരെ മാനേജ് ചെയ്യുന്ന ഒരു സറൗണ്ടിങ്ങിലാണ് ഞാൻ ജീവിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വേൾഡിലാണ് ഞാൻ ജീവിക്കുന്നത്. മനുഷ്യനും മുതലയും മാനും മയിലും എല്ലാം ജീവിക്കുന്നതിൻ്റെ ഇടയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഞാൻ. അപ്പൊ പല കേസുകൾ ഞാൻ ഒരു ദിവസം ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. പല ടൈപ്പ് ഓഫ് കേസുകൾ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ പല ടൈപ്പ് വ്യത്യസ്തമായ പ്രശ്നങ്ങൾ ഞാൻ ഹാൻഡിൽ ചെയ്യുമ്പോഴും വ്യത്യസ്തമായ പ്രശ്നങ്ങൾ മാത്രമേ വ്യത്യസ്തമാകുന്നുള്ളൂ. പക്ഷെ അതൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ട വ്യക്തി എന്ന ഞാൻ സ്വീകരിച്ചിരിക്കുന്ന സ്ട്രെങ്ത് ഒന്നേ ഉള്ളൂ. അപ്പോ വ്യത്യസ്തമായ കേസുകൾ, വ്യത്യസ്തമായ വ്യക്തികൾ, വ്യത്യസ്ത സ്വഭാവങ്ങളിലുള്ള വ്യക്തികൾ, വ്യത്യസ്ത കാറ്റഗറിയിലുള്ള പ്രശ്നങ്ങൾ ഞാൻ ഹാൻഡിൽ ചെയ്യുമ്പോൾ എനിക്ക് എന്നെ മാറ്റാനൊക്കത്തില്ല, ഞാൻ വിളിച്ച ദൈവത്തെ മാറ്റാനൊക്കത്തില്ല, ദൈവം പകർന്ന ശക്തിയെ മാറ്റാനൊക്കത്തില്ല. ഇതിൽ നിന്നുകൊണ്ട് വേണം ഞാൻ വ്യത്യസ്തമായ കേസുകൾ ഹാൻഡിൽ ചെയ്യാൻ. പക്ഷെ പല മനുഷ്യനും വീണു പോകുന്നത് ഞാൻ ഈ പറഞ്ഞെടുത്ത നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈപ്പിൽ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടു വന്നാൽ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ ദൈവം എവിടെയെങ്കിലും ഒരു ചോദ്യചിഹ്നം ഇട്ട് വെച്ചിട്ട് നീ എന്ത് ചെയ്യുമെന്ന് കാണാൻ വേണ്ടി ദൈവം വെയിറ്റ് ചെയ്താൽ ദൈവം നിരാശപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിൽ ഒരു വ്യക്തി മാറിക്കഴിഞ്ഞാൽ ദൈവത്തിന് അവനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പൗലോസ് ഇവിടെ പറയുന്നു, പരിശുദ്ധാത്മാവും ഇവിടെ പറയുന്നു, എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങളെ കർത്താവ് പല സന്ദർഭങ്ങളിലും നിങ്ങൾ ശക്തനല്ല എന്ന് ബോധ്യപ്പെടുത്തിയതിൻ്റെ കാരണം നീ ശക്തി പ്രാപിച്ചെങ്കിൽ മാത്രമേ ചില അശക്തരായവരെ നിനക്ക് കൈത്താങ്ങാൻ പറ്റത്തുള്ളൂ. കമാൺ, ഇത് ദൈവാത്മാവ് ആരോടോ ഉണർത്തുകയാണ്, ഇത് ആരെയൊക്കെയോ പരിശുദ്ധാത്മാവ് ഉണർത്തുകയാണ്. പല സന്ദർഭങ്ങളിലും നിങ്ങൾ അശക്തരാണെന്നും എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ലെന്നും എനിക്ക് ഇതിനെ ഒന്ന് ക്രോസ് ഓവർ ചെയ്യാൻ കഴിയത്തില്ലെന്നും ഒക്കെ, അല്ലെങ്കിൽ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ തോന്നിയതിൻ്റെ പിന്നിലെ കാരണം നിങ്ങൾ ശക്തി ആർജിക്കണമെന്ന ഒരു തിരിച്ചറിവിലേക്ക്, ശക്തി ആർജിക്കണമെന്ന ആ ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് നിങ്ങൾ എത്തിച്ചേരാൻ വേണ്ടിയിട്ടും ശേഷം ശക്തി പ്രാപിച്ചതിന് ശേഷം ചില ഡിഫറെന്റ് കാറ്റഗറിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൈകൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുവാ ഞാൻ യേശുവിന്റെ നാമത്തിൽ പറയുന്നു. നീ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ചില കാര്യങ്ങളെ ചെയ്യാൻ പരിശുദ്ധാത്മാവ് നിന്നെ ശക്തീകരിക്കും. ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ലാത്ത ചില കാര്യങ്ങളെ നീ ജയാളിയായിട്ട് ഓവർകം ചെയ്യാനുള്ള ഒരു ദൈവിക ശക്തി പരിശുദ്ധാത്മാവ് താങ്കളുടെ മേൽ പകരും. ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ലാത്ത ചില ആളുകളുമായി കണ്ടുമുട്ടാനും അതിലൂടെ നിന്റെ ശക്തിയെ റിവീൽ ചെയ്യാനുമുള്ള ഒരു ദൈവിക അവസരം പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചില ശുശ്രൂഷകരുടെ മേൽ തുറക്കുമെന്ന ദൈവാത്മാവിൽ പ്രവചിക്കുന്നു. ഇവിടെ പൗലോസ് എഴുതുന്ന സന്ദർഭത്തിൽ ആവശ്യമില്ലാത്ത തർക്കങ്ങൾക്കകത്ത് ഏർപ്പെടുന്നവർ, ശരിയായ രീതിയിൽ വചനത്തിന്റെ വിസ്ഡം കിട്ടിയിട്ടില്ലാത്തവർ, വചനം ശരിക്കും മനസ്സിലാക്കാത്തവർ, പഠിക്കാത്തവർ, മുൻവിധിയിൽ സംസാരിക്കുന്നവർ, തർക്കം കൊണ്ട് ദൈവമാണ് സത്യവാനം തെളിയിക്കുന്നത്, ഇങ്ങനെയുള്ള അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെട്ടവരോടാണ് പൗലോസ് ഉണർത്തിക്കുന്നത്. ദൈവജ്ഞാനം ലഭിച്ചവരെ, നിങ്ങൾ അവർ ബലഹീന പാത്രമെന്ന് കണ്ട് നിങ്ങളൊന്ന് അവരെ താങ്ങ്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മളായി സത്യം അറിഞ്ഞതും കൃപ അറിഞ്ഞത്, ഈ കൃപ അറിയാത്ത, ഈ കൃപയും സത്യവും ഈ ശക്തി എന്താണെന്ന് അറിയാത്തവരെ നമ്മൾ ചുമ്മാ ക്രിട്ടിസൈസ് ചെയ്യാൻ പോകരുത്. അവർക്ക് അറിയാത്തത് കൊണ്ടാണ് കുറ്റം പറയുന്നത്, അവർക്കറിയാത്തത് കൊണ്ടാണ് അവര് കുറ്റം പറയുന്നത്. കൃപ ലഭിച്ചത് നമ്മളാ. അത് നിങ്ങൾ സാത്താനെ ആരാധിക്കുന്നവർ, ഞങ്ങളാ ദൈവത്തെ ആരാധിക്കുന്നവർ. ഈ മോഡിലുള്ള സംസാരം ദൈവിക അല്ല. അത് ദൈവികമല്ല, അത് ജഡത്തിന്റെ സംസാരം. നിങ്ങളൊക്കെ സാത്താനെ ആരാധിക്കുന്നവരല്ലേ, ഞങ്ങളാ ജീവനുള്ള ദൈവത്തെ. അങ്ങനെ അല്ല നമ്മൾ ജീവനുള്ള ദൈവത്തെ ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ടത്. അവരെ കൊന്നിട്ടല്ല നമ്മൾ ജീവനുള്ള ദൈവത്തെ അവർക്ക് കൊടുക്കേണ്ടത്. യേശു ആരെയും വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചില്ല, പക്ഷെ വാക്കുകൾ കൊണ്ട് അവരുടെ തെറ്റുകൾ ബോധ്യം വരുത്തി. പൗലോസും പത്രോസും ആരെയും വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചില്ല. നമ്മൾ വാദിച്ചു, തർക്കിച്ചു എന്നൊക്കെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിൽ വായിക്കും.
പക്ഷെ മുറിവേൽപ്പിച്ചിട്ട് ദൈവത്തെ കൊടുത്തതല്ല, അവരുടെ തെറ്റുകളെ ഉണർത്തിച്ചു. ഇന്ന് ഞാൻ ഈ സംസാരിക്കുമ്പോഴും ആരെയും മുറിവേൽപ്പിക്കുന്ന സംസാരമല്ല, പക്ഷേ ഇതിനകത്തുള്ള പല എക്സ്പ്ലനേഷൻസിനകത്തും ദൈവാത്മാവ് ഇച്ഛിക്കുന്നതും ആഗ്രഹിക്കുന്നതും പലരുടെയും തെറ്റുകളെ ഉണർത്തിക്കാനാ. എന്നിട്ട് എന്താ? കറക്റ്റ് ചെയ്യുക. ഇതാ ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ പൗലോസ് പറഞ്ഞു, നിങ്ങളെ ആവശ്യമില്ലാത്ത തർക്കങ്ങൾ നിർത്തുക, നിങ്ങൾ ശക്തരാണെന്ന് മനസ്സിലാക്കുക. ദൈവാത്മാവിൽ ഞാൻ സംസാരിക്കുക കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചോ. നിങ്ങൾ ആവശ്യമില്ലാത്ത തർക്കങ്ങൾ നിർത്തുക. കാര്യം എന്താ? നിങ്ങൾ ശക്തരാണെന്ന് മനസ്സിലാക്കിക്കോ. നിങ്ങൾ ആവശ്യമില്ലാത്ത മുൻവിധികൾ നിർത്തുക. കാരണം എന്താ? നിങ്ങൾ ശക്തരാണെന്ന് മനസ്സിലാക്കിക്കോ. നിങ്ങൾ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന സ്വഭാവത്തെ നിങ്ങൾ നിർത്തുക. കാരണം എന്താ? നിങ്ങൾ ശക്തരാണെന്ന് മനസ്സിലാക്കിക്കോ. നിങ്ങൾ മറ്റുള്ളവരെ പരിഹസിക്കുന്ന സ്വഭാവം നിർത്തുക. കാര്യം എന്താ? നിങ്ങൾ ശക്തരാണെന്ന് മനസ്സിലാക്കിക്കോ. ഇതാ പൗലോസ് പറയുന്നത്. ആകയാൽ എന്നാൽ ശക്തരായ നാം ഞാൻ അവിടെ നിന്നോട്ടെ. എന്നിട്ട് പൗലോസ് താഴേക്ക് വായിക്കുന്ന എല്ലാം ശക്തരായ നാമിനെ നിങ്ങളൊന്ന് ബ്രാക്കറ്റിനകത്ത് ഇട്ട് വെച്ചിട്ട് നിങ്ങൾ താഴേക്ക് ഒന്ന് വായിച്ചേ. 5-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിച്ചേ. എന്നാൽ നിങ്ങൾ ഐകമത്യപ്പെട്ട്. അപ്പൊ ഐകമത്യയില് യൂണിറ്റി ഇല്ല. എന്നാൽ പൗലോസ് പരിശുദ്ധാത്മാവ് പറഞ്ഞ എന്താ? എന്നാൽ ശക്തരായ നാം. അപ്പൊ സാത്താൻ എവിടെ കയറി കളിക്കുന്നു? ഐക്യത്തിനകത്ത് കളിക്കുന്നു. അപ്പൊ ഓർത്തോ, നിങ്ങൾ ശക്തരാണ്. അപ്പൊ എന്തിനാ ഈ ഐക്യതയില്ലായ്മ? പിന്നെ പറയാം. എന്നിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തെ ഏക മനസ്സോടെ. അപ്പൊ അതിനകത്ത് എന്തില്ല? ഏക മനസ്സില്ല. ബ്രാക്കറ്റിനകത്ത് കിടക്കുന്നതിലും കൂടെ ഒന്ന് നോക്കിയേ. ശക്തരായ നാം. അപ്പൊ ഐക്യതയില്ല, ഏക മനസ്സില്ല. ഈ സഭയ്ക്കകത്തുള്ള ചില ആൾക്കാരുടെ ഇടയിൽ പൗലോസ് ലേഖനം എഴുതിയപ്പോ ഇല്ല. അടുത്ത് വായിച്ചേ. ദൈവത്തെ മഹത്വീകരിക്കേണ്ടതിന് സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം. അപ്പൊ ഇതിനകത്ത് പലർക്കും സ്ഥിരതയില്ല. അപ്പൊ സ്ഥിരതയില്ലാത്തതാണ് കുറ്റപ്പെടുത്തിയതിന്റെ കാരണം. മാനുഷികമായി നോക്കുമ്പോൾ കറക്റ്റാണ്. സ്ഥിരതയില്ലാതിരിക്കുമ്പോൾ ദേഷ്യം വരും, അപ്പൊ സ്ഥിരതയില്ലാതെ വരുമ്പോ സംസാരിക്കുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതാ പൗലോസ് അവിടെ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ എല്ലാവരും നമ്മളെപ്പോലെ ഭയങ്കര ടൈം ടേബിൾ വെച്ച് ജീവിക്കുന്നവർ ആകണമെന്നില്ല. എല്ലാവരും നമ്മളെപ്പോലെ ഭയങ്കരമായിട്ട് മണിക്കൂറുകളോളം പ്രാർത്ഥിക്കണമെന്നൊന്നുമില്ല. അതൊക്കെ കൃപയാ, നമുക്കൊക്കെ കിട്ടിയത് കൃപയാ. എല്ലാവരും നമ്മളെപ്പോലെ ഭയങ്കര വിശ്വാസ വീരന്മാരാകണമെന്നില്ല. അതൊക്കെ കൃപയാടോ, എല്ലാം കൃപയാ. അതിനപ്പുറം ഒന്നും ഇവിടെ പ്രശംസിപ്പാനില്ല. എല്ലാം കൃപയാ. സ്തോത്രം. പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല കൃപ. കർത്താവ് തന്നതിനെയൊക്കെ ഒന്ന് സ്മരിക്കാൻ കഴിയുന്നതും ഒരു കൃപയാ. വരിക. സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം നിങ്ങൾക്ക് ക്രിസ്തു യേശുവിന് അനുരൂപമായി തമ്മിൽ ഏകചിന്തയോടിരിപ്പാൻ കൃപ നൽകട്ടെ. അപ്പോ ഏകചിന്തയില്ല, ഏക മനസ്സില്ല, സ്ഥിരതയില്ല, ഐക്യതയില്ല. പക്ഷെ പൗലോസ് പറയുന്നു, നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ശക്തരാണ്. അപ്പോ ഏകചിന്തയില്ലെങ്കിൽ, ഐക്യതയില്ലെങ്കിൽ, ഏക മനസ്സില്ലെങ്കിൽ, ആശ്വാസമില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ശക്തരായ നാം എന്ന് പറഞ്ഞെടുത്ത് അശക്തരായ നാം എന്ന് വിളിക്കേണ്ടി വരും. പൗലോസ് അത് ഭയപ്പെടുന്നു. പരിശുദ്ധാത്മാവ് അത് ഭയപ്പെടുന്നു. അതുപോലെ ഞാനും വളരെ ഭയപ്പെടുന്നു. ഞാൻ ഭയപ്പെടുന്നു. പ്രിയപ്പെട്ട സുഹൃത്തെ, ഞാൻ എന്നെക്കുറിച്ച് ഈ വാക്യം വായിച്ചിട്ട് ഭയപ്പെടണം. പ്രിയപ്പെട്ട സഹോദര, നിങ്ങളെല്ലാം തികഞ്ഞൊരു വ്യക്തി അല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആണ് അത് ദൈവത്തിന്റെ കൃപയാണെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ ഈ വചനം വായിച്ചിട്ട് ഭയപ്പെടണം. എന്നാന്നറിയോ? ശക്തനെ അശക്തനാക്കാൻ അധിക സമയം വേണ്ടാന്ന്. അവനെ ഒരു പെണ്ണ് കേസി കൊടുക്കണ്ടെന്ന്, അവനെ ഒരു മോഷ്ടാവാക്കണ്ടെന്ന്, അവനെ ഒരു കള്ളക്കടത്തുകാരനാക്കണ്ടെന്ന്, അവനെ നിരീശ്വരവാദി ആക്കണ്ടെന്ന്. അവനെ ഈ ചിലതിനകത്തെടുത്തിട്ട് കഴിഞ്ഞാൽ, ഈ ചില വള്ളിക്കകത്ത് സാത്താൻ എടുത്തിട്ട് കുടുക്കി കഴിഞ്ഞാൽ അവന്റെ ശക്തി സ്രോതസ് പോലും എന്നേക്കുമായി അവനിൽ നിന്ന് നീക്കിക്കളയാവുന്ന അത്രയും മാരകമാകുന്ന സാധനമാണ് ഈ സാധനം. ഇതിനെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവിന്റെ യൂണിറ്റിക്കകത്തേക്ക് കയറിക്കോ. ഇന്ന് ആർക്കെങ്കിലും ഒക്കെ
ആർക്കെങ്കിലുമൊക്കെ ശക്തി പഴയതുപോലെ ഇല്ല എങ്കിൽ, ആർക്കെങ്കിലുമൊക്കെ ദൈവകൃപ പഴയതുപോലെ ഇല്ല എന്ന് തോന്നുന്നുവെങ്കിൽ, ആർക്കെങ്കിലുമൊക്കെ അഭിഷേകം പഴയതുപോലെ വർക്ക് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നുവെങ്കിൽ, ആർക്കെങ്കിലുമൊക്കെ ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ളത്തിൽ തോന്നുന്നെങ്കിൽ തിരിച്ചു പിടിക്കാൻ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് വിളംബരം ചെയ്യുന്നു. ഈ ഒരു അവസരത്തിന് യൂസ് ചെയ്യുക. നഷ്ടപ്പെട്ട ദൈവശക്തി. പ്രാർത്ഥിച്ച് റിസൾട്ട് എടുത്തുകൊണ്ടിരുന്നവരുണ്ട്, പ്രാർത്ഥിച്ച് ദൂത് പിടിച്ചവരുണ്ട്, പ്രാർത്ഥിച്ച് പ്രവചിച്ച് സംസാരിച്ചവരുണ്ട്, പട്ടും കത്രികയും പോലെ ദൈവസ്വരം അറിയിച്ചവരുണ്ട്. പക്ഷെ അതൊക്കെ മുടങ്ങിക്കിടക്കുന്ന ചിലരോട്, അതൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന ചിലരോട്, ആ മണ്ഡലത്തിലേക്കൊന്നും കയറാനേ ദീർഘനാളുകളായി പറ്റിയിട്ടില്ലാത്ത ചിലരോട് ദൈവാത്മാവ് പറയുന്നു, നിന്റെ ശക്തിയെ കെടുത്തുന്നതിനെ തിരിച്ചറിഞ്ഞ് ഉണർന്നു വരിക. ഞാനൊരു മാരകപാപവും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ വേണ്ടാത്ത ഒരു ബന്ധത്തിലും പെട്ടിട്ടില്ലല്ലോ, ഞാൻ ഒരു കളവും ചെയ്തിട്ടില്ലല്ലോ, എന്ത് പറ്റിയെന്ന് ചിന്തിക്കുന്നിടത്ത് ദൈവാത്മാവ് ഉണർത്തിക്കുന്നു. ഏക മനസ്സിന്റെ ഉടമയാണോ? ഏകാഭിപ്രായക്കാരിയാണോ? സ്ഥിരതയുള്ള വ്യക്തിയാണോ? ഐക്യതയുള്ള വ്യക്തിയാണോ? ക്ഷമിക്കാൻ കഴിയുന്ന വ്യക്തിയാണോ? ബലഹീനന്റെ ബലഹീനതയെ ചുമപ്പാൻ തക്കവണ്ണം ഉള്ള ഒരു ടോളറൻസ് നിന്റെ ഉള്ളത്തിലുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ അതിനെ തിരിച്ചു പിടിക്കുക. ദൈവത്തോട് ചോദിക്കുക. ജ്ഞാനമില്ലാത്തവന് ഔദാര്യമായി തരുന്നവനോട്, കണക്ക് പറയാത്തവനോട് നീ ചോദിക്കുക. ദൈവം അത് നിന്റെ മേൽ ഓപ്പൺ ചെയ്യും. ഓ ജീസസ്, Horamana shiantereli amba ba 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 resala mama 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 ruhala mama digal koriande ella muttum madan ella navum paadidum യേശു മാത്രം കർത്താവ്. പഠിക്ക. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. കുഞ്ഞാടേ വാഴ്ത്തുക, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. കുഞ്ഞാടേ വാഴ്ത്തുക, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം. പറഞ്ഞേ നിങ്ങളുടെ വായിക്കൊണ്ട്, കർത്താവ്. ഹൂ ഈസ് കർത്താവ്? ആരാ കർത്താവ്? പറയൂ, ആരാ കർത്താവ്? നിങ്ങളുടെ കർത്താവ് ആരാ? കർത്തൃത്വം നടത്തുന്നവൻ അത്രേ കർത്താവ്. കർത്തൃത്വം നടത്തുന്നവൻ അത്രേ കർത്താവ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് 10 കർത്താക്കന്മാരുണ്ടോ? എന്നെ കോപമാണ് നടത്തുന്നതെങ്കിൽ കോപത്തിന്റെ ഒരു കർത്താവുണ്ടോ? എന്നെ ദുർചിന്തകളാണ് നടത്തുന്നതെങ്കിൽ അപ്പൊ ദുർചിന്തയിലേക്ക് നടത്തുന്ന ഒരു കർത്താവുണ്ടോ? എന്നെ പിശുക്കിലേക്കും ഗ്രീഡി ആയിട്ടുള്ള ഒരു മനസ്സ്, അത്യാഗ്രഹമുള്ള ഒരു മനസ്സിലേക്ക് നടത്തുന്നുവെങ്കിൽ, പോരട്ടെ പോരട്ടെ, എല്ലാം എൻ്റെ കീശയ്ക്ക് പോരട്ടെ, എല്ലാം എൻ്റെ കീശയ്ക്ക് പോരട്ടെ എന്ന് പറയുന്ന ആ ഒരു ചിന്ത മനോഭാവം ഉണ്ടെങ്കിൽ അങ്ങനെ നടത്തുന്ന ഒരു കർത്താവുണ്ടോ? യൂദായെ നടത്തിയ കർത്താവ്, ഇസ്കരിയോത്ത യൂദായെ നടത്തിയ അങ്ങനെ ഒരു കർത്താവ് ഉണ്ടോ? എനിക്ക് ഏക ദൈവമേ ഉള്ളൂ എന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ, ഏക കർത്താവേ ഉള്ളൂ എന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ, ആ ഏക കർത്താവിനെ ഏക മനസ്സോടും ഏക ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ആരാധിക്കണമെന്ന് യോഹന്നാനിൽ പഠിപ്പിക്കുമ്പോൾ, എന്നെ ഭയങ്കരമാകുന്ന ഒരു എൻഡവർ മെന്റാലിറ്റിയിലേക്ക് നടത്തുന്ന ഒരു കർത്താവുണ്ടെങ്കിൽ, സിൻഫുൾ ലൈഫിലേക്ക് നടത്തുന്ന ഒരു കർത്താവുണ്ടെങ്കിൽ, എന്നെ വേണ്ടാത്ത ഈ പറയുന്ന അനൈക്യത, ഐക്യതയില്ലായ്മ, ഏകമനസ്സില്ലായ്മ, ടോളറൻസ് ഇല്ലാത്തൊരു മെന്റാലിറ്റി, ഭയങ്കരമാകുന്ന ഒരു
പലതരത്തിലുള്ള രീതിയിൽ എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന നടത്തുന്ന കർത്താക്കന്മാരുണ്ടെങ്കിൽ ഞാൻ ഏക സത്യ ദൈവത്തെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ഏക കർത്താവുള്ള ഒരു വ്യക്തിയാണെന്ന് പറയുന്നതിനകത്ത് കളവുണ്ട്. ഓ, ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ പാസ്റ്ററേ എന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയണ്ടേ? അങ്ങനെ ജീവിക്കാൻ പറ്റും. പക്ഷെ എന്താ വേണ്ടേ? ഉണർന്നിരിക്കണം. ഭയങ്കര ഉണർന്നിരിക്കണം. നമ്മളെ വീഴ്ത്തി കളയുന്ന ചിലതിനകത്തോട്ടൊക്കെ കൊണ്ടുപോകും. സഡൻലി അകത്തുനിന്ന് എന്തെങ്കിലും ഒരു ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നിടത്താണ് നിങ്ങൾ നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിനെ ഗാർഡ് ചെയ്യുന്ന ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ ആണെന്ന് ദൈവത്തിന് പറയാൻ പറ്റുക. അല്ലെങ്കിൽ ചൂണ്ടുന്നിടത്തൊക്കെ വീഴുന്ന വ്യക്തിയാണെന്ന് വെച്ചാൽ നമുക്ക് എന്തോ റെസ്പോൺസിബിലിറ്റി ഇരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോ നാം ശക്തരാണ് എന്ന് പൗലോസ് പറഞ്ഞതിന്റെ കാര്യങ്ങൾ ഇതാണ്. നിങ്ങൾ സംശയം കൊണ്ട് വിധിക്കരുത്. ആ സഭയ്ക്കകത്ത് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. സംശയം കൊണ്ട് വിധിക്കും, ഒന്നിന് തെളിവില്ലാതെ സംസാരിക്കും. ഇതൊക്കെ മഹാ തെറ്റാ. അതൊക്കെ നമ്മുടെ ശക്തിയെ കെടുത്തുന്ന കാര്യമാണ്. പൗലോസ് ആദ്യമേ അഡ്രസ് ചെയ്യുന്നത്, ഞാൻ ആരോട് സംസാരിക്കുന്നു? ഞാൻ ദൈവത്തെ അറിയാത്തവരോടല്ല സംസാരിക്കുന്നത്. ഞാൻ ആരോട് സംസാരിക്കുന്നു? ശക്തി ഇല്ലാത്തവരോടല്ല സംസാരിക്കുന്നത്. ഞാൻ ആരോട് സംസാരിക്കുന്നു? പരിശുദ്ധാത്മാവ് ഇല്ലാത്തവരോടല്ല സംസാരിക്കുന്നത്. അതാ പറയുന്നത്, ശക്തരായ നാം. എവിടെ ശക്തർ? വിശ്വാസത്തിൽ ശക്തർ, പ്രാർത്ഥനയിൽ ശക്തർ, അഭിഷേകത്തിൽ ശക്തർ, പരിശുദ്ധാത്മാവിൽ ശക്തർ, വചന വെളിപ്പാടിൽ ശക്തർ, ശുശ്രൂഷയിൽ ശക്തർ. അപ്പൊ ഞാൻ ആരോട് സംസാരിക്കുന്നു? ഒരു ജാതികളോടല്ല ഞാൻ സംസാരിക്കുന്നത്, ഞാൻ ശക്തരോടാണ് സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഈ തിരുവെഴുത്ത് വായിക്കുമ്പോൾ കൂടുതൽ ഭയം വരണം എനിക്ക് നിങ്ങൾക്കും. ഇതെന്ന് ദൈവം ആരെന്ന് അറിയാത്തവരോടുള്ളൊരു ദൂതല്ല. ഇത് എല്ലാം അറിയാം, പണ്ടേ തുടങ്ങിയതാന്ന് പറയുന്നവരോടുള്ള ദൈവശബ്ദമായത്. അങ്ങനെയാണെങ്കിൽ ശക്തരെ, ശക്തനായവനെ, ശക്തനാണെന്ന് അഹങ്കരിക്കുന്നവനെ, പ്രഖ്യാപിക്കുന്നവനെ, ഞാനും നിങ്ങൾക്ക് മുമ്പിൽ ഇതിലുണ്ടായിരുന്നവനാന്ന് പറയുന്നവനെ ശ്രദ്ധിക്കണം, ഭയപ്പെടണം. അതെന്താ? ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കണം. പാപത്തിൽ പോകുന്ന ഒരുവനെ രക്ഷിക്കാൻ മനസ്സുണ്ടാവണം. ദൈവത്തെ അറിയാത്ത ഒരുവനെ കണക്ട് ചെയ്യാൻ മനസ്സുണ്ടാവണം. ദൈവത്തോട് കണക്ട് ചെയ്യാൻ മനസ്സുണ്ടാവണം. ഒരു വ്യക്തിയെ കർത്താവിന് വേണ്ടി നേടാനുള്ള ഒരു ആത്മഭാരം ഉണ്ടാവണം. ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സുണ്ടാവണം, സമയം ഉണ്ടാവണം. ഹല്ലേലൂയ. ഇഫ് യു ക്യാൻ, അത് ചെയ്യാതിരിക്കരുത്. ഒരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്യാൻ ഒരു മനസ്സുണ്ടാവണം. ഒരു വ്യക്തി, നമ്മൾ മുറിവേറ്റിരിക്കുകയായിരിക്കാം, പക്ഷെ ഒരു വ്യക്തി വേദനയോട് അടുത്ത് വന്നാൽ പൊറുപ്പിക്കാൻ അറ്റ്ലീസ്റ്റ് ഒരു വാക്കുണ്ടെങ്കിൽ പൊറുപ്പിക്കാൻ ഒരു മനസ്സുണ്ട്. അശക്തരുടെ ബലഹീനതകളെ. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് തിന്നുകുളച്ച് ജീവിക്കാനുള്ളൊരു ജീവിതം അല്ല. അശക്തരുടെ ബലഹീനതകളെ ചുമക്കാൻ യേശു വന്ന മാതൃകയാണ്. യേശു വന്ന കാര്യമേ അതിനാ. അശക്തരായി. പല കാര്യങ്ങൾക്ക് നമ്മൾ അശക്തരായിരുന്നു. എല്ലാ കാര്യത്തിനും നമ്മൾ ശക്തരായിരുന്നോ? അല്ല. നമ്മൾ എവിടെയാണോ അശക്തരായത്, ആ വീക്ക് പോയിന്റ് എല്ലാം യേശു കർത്താവ് കറക്റ്റ് ചെയ്ത ഇതെല്ലാം തികഞ്ഞിരിക്കുന്നവർക്കുള്ള ഒരു ദൈവശബ്ദം അല്ല. ഇതിനിയും എനിക്ക് കറക്റ്റ് ആകാനുണ്ട്. ഇനി അവിടുന്ന് എന്നെ വിളിച്ച വിളിയിലേക്ക് എനിക്ക് എത്താനുണ്ട്. ഇനി അവിടത്തേക്ക് വേണ്ടി എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്നെ കർത്താവ് കൈവിട്ടിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവരോടുള്ള ദൈവശബ്ദം മാത്രമാണ്. എന്നെ കർത്താവ് കൈവിട്ടിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവരോടുള്ളൊരു ദൈവശബ്ദമാണ്. എനിക്കെന്തോ ബലഹീനത ഇരിക്കുന്നു, എനിക്കെന്തോ കുറവിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നവരോടേ അല്ല. എവിടെയാണ് പ്രവചനങ്ങൾ നിറവേറുന്നത്? ഈ മേഖലകളൊക്കെ കറക്റ്റ് ആവുമ്പോഴാണ്. എവിടെയാ ദൈവശബ്ദങ്ങൾ അധികമായി വെളിപ്പെടുന്നത്? ഹല്ലേലൂയ. ഈ മേഖലകളൊക്കെ കറക്റ്റ് ആവുമ്പോഴാണ്. അപ്പോൾ അതാ പൗലോസ് ഇവിടെ പറയുന്നത്, അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിൻ്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടതുപോലെ അന്യോന്യം കൈക്കൊള്ളുവിൻ. നമുക്കൊരു വ്യക്തിയെ റിസീവ് ചെയ്യാൻ പറ്റണം. നമുക്ക് എത്ര കുറവുള്ളൊരു വ്യക്തിയെയും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. എന്നാന്നറിയാവോ?
അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരെ ശ്രദ്ധിക്കുക, നമ്മളിലുള്ള ഒരു ദൈവീക സാന്നിധ്യം കൊണ്ട്, അല്ലെങ്കിൽ നമ്മളിൽ നിലനിൽക്കുന്ന ഒരു പോസിറ്റീവ് പവർ കൊണ്ട് മറ്റൊരു വ്യക്തിയുടെ നെഗറ്റീവ് തലങ്ങളെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാത്മശക്തിക്ക് ഉടമയാണെന്ന് ഉറപ്പ് വരുത്തുമ്പോഴാണ് ഞാൻ പറയുന്നത് മറ്റൊരു വ്യക്തിയെ നമുക്ക് റിസീവ് ചെയ്യാൻ കഴിയും. യേശുവിൻ്റെ അടുത്ത് വന്ന ഒരെണ്ണം പോലും കറക്റ്റല്ല. യേശുവിൻ്റെ അടുത്ത് വന്ന ഒറ്റ മനുഷ്യൻ പോലും കറക്റ്റല്ല. നമ്മൾ ഉൾപ്പെടെയുള്ള കാര്യം പറഞ്ഞു, ഞാൻ ഉൾപ്പെടെയുള്ളവരെ കാര്യമാണ് പറയുന്നത്. നമ്മൾ ആരും കറക്റ്റായിട്ടല്ല യേശുവിൻ്റെ മുന്നിൽ വന്നേ. നമ്മളെ വിളിച്ചത് മുഴുവനും ബലഹീനതയ്ക്കകത്തുനിന്ന് അല്ലേ, അജ്ഞതയ്ക്കകത്തുനിന്ന് അല്ലേ. അപ്പം യേശു ഇവനെയൊക്കെ ഞാൻ എടുത്ത് വളർത്തി കഴിഞ്ഞാൽ ഇവനൊക്കെ വളരുമോ, വളർന്നിട്ട് നമുക്കിട്ട് തൊഴിക്കുമോ, ഇതൊന്നും കർത്താവ് ചിന്തിച്ചില്ല. എന്നെ ദൈവ ഏറ്റെടുത്ത ദൗത്യം ചെയ്യാൻ എന്നെ വിളിച്ച് അല്ലേ. ഈ അപ്പൻ തുടങ്ങിയ ബിസിനസ് മക്കൾ വിശ്വസ്തയോടെ നോക്കി നടത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞ് എല്ലാ മക്കളെ ഏൽപ്പിച്ചിട്ട് സ്വസ്ഥമായിട്ട് വിശ്രമിക്കുന്ന പിതാവുണ്ട്. അവരിപ്പത്തെ എന്നോളം എത്തിയില്ലേ, തന്നോളം എത്തി, ഇനി നമ്മൾ എന്തിനാ കൈയടക്കി വയ്ക്കുന്നത്, പിള്ളേർ നോക്കട്ടെ, അവർക്ക് അതിനുള്ള പ്രാപ്തി എത്തിയല്ലോ എന്നുള്ളൊരു അപ്പൻ്റെ ഒരു ഭയങ്കര ധൈര്യമുണ്ട് അല്ലേ. അപ്പൻ്റെ ഭയങ്കര ധൈര്യമുണ്ട്. നിങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളാണെന്നിരിക്കട്ടെ, നിങ്ങളുടെ ഇളയ മകൻ്റെ കൂടെ മൂത്ത മകളെ നിങ്ങൾ വിടുന്നെങ്കിൽ, അല്ലെങ്കിൽ മൂത്ത മകൻ്റെ കൂടെ ഇളയ മകളെ നിങ്ങൾ വിടുന്നെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ധൈര്യം എന്തായിരിക്കും? ഞാൻ നോക്കുന്നതിനേക്കാൾ നന്നായിട്ട് അവൻ അവളെ ടേക്ക് കെയർ ചെയ്യും, അവൻ കൊണ്ടുപോയിട്ട് കൊണ്ടുവരും, ഒരു ദോഷവും തട്ടാതെ അവൻ നോക്കിക്കോളും. ഇതല്ലേ നിങ്ങളുടെ ബലം. ഇതുപോലെ നമ്മളെ കർത്താവ് ഭരമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ സാധാരണമായ ശുശ്രൂഷയാണ്, അതിശക്തമായ ശുശ്രൂഷയാണ്. നമ്മൾ ദൈവസന്നിധിയിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ അത് മനസ്സിലാവും. ഭയങ്കര വലിയ കാര്യങ്ങൾക്കാണ് വിളിച്ചേക്കുന്നത്, ഭയങ്കര വലിയ കാര്യങ്ങൾക്കാണ്. അതിനകത്ത് നടക്കുന്ന ചെറിയ കാര്യങ്ങളാണ് ഹീലിംഗ്, അതിനകത്ത് നടക്കുന്ന ചെറിയ കാര്യങ്ങളാണ് ഡെലിവറൻസ്. എന്തിനാണെന്നറിയാവോ? നമുക്ക് ചെറിയ കാര്യമെന്ന് പറയാം, പക്ഷെ ആ ഡെലിവറൻസ് നടക്കുന്നത്, ഹീലിംഗ് നടക്കുന്നത് നിങ്ങളെ കൂടെ കർത്താവിൻ്റെ പാർട്ടാക്കി മാറ്റിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ മീറ്റിങ്ങിനകത്ത് യൂട്യൂബ് എൻഡ് ചെയ്തതിന് ശേഷം, യൂട്യൂബ് മീറ്റിംഗ് ക്ലോസ് ചെയ്തതിന് ശേഷം സൂമിനകത്ത് ഞങ്ങൾ ഈ ശുശ്രൂഷ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ 2-3 ഡീമൺ സ്പിരിറ്റ് പുറത്തുപോയി. 2-3 പേരിൽ നിന്ന് ആ ഡീമൺ സ്പിരിറ്റ് പുറത്തുപോയി. എന്തിനാ? നിങ്ങളെ കൂടെ കർത്താവ് ശക്തരാക്കി മാറ്റിക്കൊണ്ടിരിക്കുക. നിങ്ങളെ കൂടെ പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷയുടെ ഭാഗത്തേക്ക് ചേർത്തോണ്ടിരിക്കുക. കാര്യം എന്നാ? നാളെ നിങ്ങളിലൂടെയും വലിയ കാര്യങ്ങൾ, നിങ്ങളുടെ പ്രയറിലൂടെയും വലിയ 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 കാര്യങ്ങൾ ദൈവത്തിന് റിവീൽ ചെയ്യാനുള്ളതുകൊണ്ട്. അതാണ് ആ ഒരു ദൈവപ്രവൃത്തി എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഏത് മേഖല, നിങ്ങളെ ബലഹീനമാക്കുന്ന ഒരു ഏരിയ ഉണ്ടെന്ന് അറിയുന്ന കർത്താവ് ആ സെക്കൻഡ് ചെയ്യുന്ന ഒരു മിനിസ്ട്രിയാണ്. ഹല്ലേലൂയ. ആ സെക്കൻഡിൽ ചെയ്യുന്ന ഒരു മിനിസ്ട്രിയാണ്. ആ മിനിസ്ട്രിക്ക് വേണ്ടി കൊതിക്കുന്ന ആരൊക്കെ ഇതിനകത്തുണ്ട്? ആ ദൈവിക പ്രവൃത്തിക്ക് വേണ്ടി കൊതിക്കുന്ന ആരൊക്കെ ഇതിനകത്തുണ്ട്? ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ ദൈവാത്മാവിൽ പ്രവചിക്കുന്നു, ആ ഒരു നിലവാരത്തിലേക്ക് കർത്താവ് നിന്നെ ഉയർത്താൻ അധിക സമയമൊന്നും വേണ്ട. ആ ഒരു ശുശ്രൂഷയിലേക്ക് നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ അധിക സമയമൊന്നും വേണ്ട. ഈ സെക്കൻഡിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം ബലഹീനതയെക്കുറിച്ച് തന്നെ ഓർമ്മിപ്പിച്ച് സ്വയം വിധിച്ച്, എന്നെ കർത്താവിന് പോലും വേണ്ട, ദൈവത്തിന് പോലും വേണ്ട എന്ന് വിധി പ്രസ്താവിച്ച ചിലരോടാ ഈ ദൈവശബ്ദം ആഴത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. നിന്റെ വിധിയെ ചേഞ്ച് ചെയ്യുന്നൊരു ദൈവശബ്ദമാണ്. നിന്റെ അവസ്ഥകളെയും പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നിങ്ങളെ ബലഹീനമാക്കുന്ന സകല ശക്തി കേന്ദ്രങ്ങളെ ദൈവം തകർത്ത് നിന്നെ എഴുന്നേൽപ്പിക്കാൻ അധിക സമയമൊന്നും വേണ്ട. ഈ സെക്കൻഡിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവകൃപ പ്രാപിക്കുക, വിശ്വാസത്തോടെ അത് ആത്മാവിൽ സ്വീകരിക്കുക. ഓ, ദൈവം ചിലരെ ബലം ധരിപ്പിക്കുക. ഈ സെക്കൻഡിൽ ബലം ധരിപ്പിക്കുക. മനസ്സിന് ബലമില്ലാത്തവരെ മനസ്സിന് ദൈവം ബലം ധരിപ്പിക്കുന്നു. ആത്മാവിൽ ശക്തിയില്ലാതിരിക്കുന്നവരെ ദൈവാത്മാവ് ഉറപ്പിക്കുന്നു. ശരീരത്തിന് ബലമില്ലാതിരിക്കുന്നവരെ ദൈവാത്മാവ് ഉറപ്പിക്കുന്നു. ഒരു സ്വർഗീയ ബലം ഇതിനകത്ത് വെളിപ്പെടുന്നു. ഈ ബുദ്ധി മേഖലയെ പോലും ബന്ധിച്ചു വെച്ചിട്ട് ജീവിതത്തിനകത്ത് കെണിക്കകത്ത് പെടുത്തുന്ന ചില അവസ്ഥാവിശേഷം ഇതിനകത്തുണ്ട്. കർത്താവിന്റെ ആത്മാവ് ഈ സെക്കൻഡിൽ നിങ്ങളെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുക. ആ ബുദ്ധി പോലും വേണ്ടത്ര രീതിയിൽ പ്രവർത്തിക്കാതെ എവിടെ എന്ത് പറയണം, എവിടെ എന്ത് ചെയ്യണം, എവിടെ നിന്ന് എങ്ങോട്ട് പോകണമെന്ന് പോലും
പറ്റാത്ത പോലെ സ്ട്രഗിൾ ചെയ്യുന്ന ചില ജീവിതങ്ങളോട് ദൈവാത്മാവ് പറയുന്നത്, ഈ സെക്കൻഡിലൊരു ഡെലിവറൻസ് ഇതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ദൈവിക ശക്തി നിന്റെ മേൽ വ്യാപരിക്കുകയാണ്. Come on, receive now, receive now, receive now, receive now. ഇതൊക്കെ നിങ്ങൾ വിശ്വാസത്താലാണ് പ്രാപിക്കേണ്ടത്. ഇതൊക്കെ വിശ്വാസത്താൽ സംഭവിക്കുന്ന കാര്യമാണ്. Hallelujah, hallelujah. Thank you, Jesus. Holy name, Jesus. അപ്പോൾ പൗലോസ് പറഞ്ഞു, എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. നമ്മിൽ പ്രസാദിച്ചാൽ പോയി, അഹങ്കരിച്ചാൽ പോയി. നമുക്ക് നമ്മിലോ നമ്മുടെ കഴിവിലോ നമ്മുടെ കൃപയിലോ ശുശ്രൂഷയിലോ എവിടെയെങ്കിലും അഹങ്കരിച്ചാൽ പോയി. ഞാനൊരു വാക്യം കൂടെ വായിച്ചിട്ട് ക്ലോസ് ചെയ്യാം. 13-ാമത്തെ വാക്യം നോക്കി. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ഈ പ്രത്യാശ പോലും ഒരു വ്യക്തിയിൽ ലൈവായിരിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാവോ ഉയരത്തിൽ നിന്ന് പ്രാപിച്ച ശക്തി നമ്മളിൽ നിലനിൽക്കണമെന്ന്? പലർക്കും പ്രതീക്ഷയും പ്രത്യാശയൊന്നും ഇല്ലാതിരിക്കുന്നതിൻ്റെ കാരണം ഏതൊക്കെയോ രീതിയിൽ സാത്താൻ അവരുടെ ജീവിതത്തിൽ പ്രവേശിച്ചിട്ട് മെല്ലെ 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 ഇങ്ങനെ കരണ്ട് തിന്ന് അവരുടെ വിശ്വാസത്തെ പോലും നശിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് അവർക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് ആ ശക്തിയിൽ അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതൊക്കെ ചോർന്നു പോയി, പലതിലും കളഞ്ഞു, പല രീതിയിലൂടെ കളഞ്ഞു. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യാശയുടെ ഒരു ദൈവശബ്ദമോ പ്രത്യാശയുടെ ഒരു വാക്കോ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതും അവരുടെ ബലഹീനതയാണ്. നിങ്ങളുടെ തന്നെ പരിചയത്തിൽ, നിങ്ങളുടെ തന്നെ വീട്ടിൽ ഒരുപക്ഷെ അങ്ങനെയുള്ളവരുണ്ടാകും. ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറേ ദൈവത്തെ വിശ്വസിച്ചതും വിളിച്ചതുവാ, എന്നിട്ട് നമ്മുടെയൊക്കെ ജീവിതം കണ്ടില്ലേ എന്ന് പറയുന്ന ആൾക്കാരുണ്ടാകും. നമുക്ക് അവരെ കുറ്റം പറയാനൊക്കത്തില്ല. അവരുടെ ലൈഫിൽ എങ്ങനെയൊക്കെയോ സാത്താന് കടക്കാനുള്ള വാതിലുകൾ തുറന്നു കിടന്നു. അതിലൂടെ കടന്ന സമയമെടുത്ത് അവരെ ഇന്ന് വിശ്വാസത്യാഗികളാക്കി മാറ്റി. പക്ഷേ ഞാൻ ആത്മാവിലൊരു കാര്യം നിങ്ങളോട് പറയാം. അവർക്ക് വേണ്ടിയും നിങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നൊരു ശക്തി കൊണ്ട് ആ ശക്തനെ എഴുന്നേൽപ്പിക്കാൻ കഴിയുമെന്ന് ദൈവാത്മാവ് തിരുവെഴുത്തിൽ പറയുന്നുണ്ട്. നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി കൊണ്ട്, നിങ്ങൾ ചുമക്കുന്നൊരു ശക്തി കൊണ്ട്, നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന ഒരു ശക്തി കൊണ്ട് ആ ശക്തനെ എഴുന്നേൽപ്പിക്കാൻ കഴിയുമെന്ന് ഇന്നത്തെ തിരുവെഴുത്തിലൂടെ ദൈവാത്മാവ് സംസാരിക്കുന്നുണ്ട്. അങ്ങനാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു പ്രത്യാശയുണ്ടെങ്കിൽ, നിങ്ങൾ പ്രത്യാശിക്കുന്ന ചില കാര്യങ്ങളുടെ മേൽ അതിൻ്റെ ഒരു സമാധാനവും അതിൻ്റെ ഒരു സന്തോഷവും നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ കാണുവാൻ ദൈവാത്മാവ് ചിലർക്ക് ഒരു ദൈവകൃപ നൽകുകയാണ്. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പറഞ്ഞേ. അശക്തരായ ചിലർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ, വിശ്വാസത്തിൽ ഇല്ലാത്ത ചിലർക്ക് വേണ്ടി നിങ്ങൾ ദൈവസന്നിധിയിൽ മധ്യസ്ഥത അണയ്ക്കുന്നുവെങ്കിൽ, ഒരു കാലം വിശ്വാസത്തിൽ നിന്നിട്ട് ഇപ്പോൾ തെറ്റി ഉഴന്ന് നടക്കുന്ന ചിലർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിങ്ങളുടെ ശക്തിയെ നിങ്ങൾ ചിലവിടുന്നുവെങ്കിൽ അത് വെറുതെ അല്ല. ദൈവത്തിന്റെ തിരുവെഴുത്തിലൂടെ ഇന്ന് ദൈവാത്മ നിയോഗത്തോടുകൂടെ പരിശുദ്ധാത്മ നിറവോടുകൂടെ ഞാൻ പ്രവചിച്ചു പറയുന്നു. ഈ തിരുവെഴുത്ത് തന്നെ ഒരു പ്രവചനവാക്യമായി ഞാൻ കാണുന്നു. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധ ആത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട്, വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും ഏതിന്മേലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, ഏത് വ്യക്തിയുടെ പേരിലാണോ വിശ്വസിക്കുന്നത്, ഏത് സ്ഥലത്തിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, ഏത് രാജ്യത്തെ വെച്ചാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ഏതൊരു വിഷയം വെച്ചാണോ പ്രാർത്ഥിക്കുന്നത്, ഏതൊരു കൂട്ടായ്മയെ വെച്ചാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, അതിന്മേൽ
അതിന്മേലുള്ള ഒരു സന്തോഷം, ആ അഭിഷേകത്തിന്മേൽ വിടുതൽ കിട്ടുന്നതിലുള്ള ഒരു ആനന്ദം, അത് നിങ്ങളുടെ കണ്ണ് കാണും. ദൈവാത്മാവ് പറയുന്നു, വടക്കിനോട് വിട്ടുതരിക എന്നും തെക്കിനോട് തടയരുത് എന്നും പറയുന്ന ഒരു ദൈവ ശബ്ദം ഇതിനകത്ത് ചലിക്കുന്നു. ഇപ്പോൾ തന്നെ ബ്ലോക്കായി കിടക്കുന്ന സകല മേഖലകളും യേശുവിന്റെ നാമത്തിൽ അൺബ്ലോക്ക് ആകട്ടെ. വിശ്വസിക്കുന്ന എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ, വിശ്വസിക്കുന്ന എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അത് റിലീസ് ആക്കുന്നു. വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടഞ്ഞു വെക്കരുതെന്നും പറയുന്ന ഒരു ദൈവത്തിന്റെ ശബ്ദവും ശക്തിയും തടയപ്പെട്ടത് റിലീസാക്കുന്ന ഒരു ദൈവമുണ്ട്. തടയപ്പെട്ടത് തിരിച്ചു തരുന്ന ഒരു കർത്താവുണ്ട്. തടഞ്ഞു വെച്ചതിനെ വിട്ടുകൊടുക്ക എന്ന് പറയുന്നൊരു ശബ്ദമുണ്ട്. ഞാൻ ആ ദൈവ ശബ്ദത്തിൽ വിശ്വസിക്കുന്നു. ഞാൻ ആ ദൈവ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നു. ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. ഞാൻ ആ ദൈവ നീതിയിൽ വിശ്വസിക്കുന്നു. ഞാൻ ഈ തിരുവെഴുത്തിനകത്ത് വിശ്വസിക്കുന്നു. എത്ര ദൈവമക്കളുണ്ട് ഇതിനകത്ത് ആമേൻ പറയാൻ? ആമേൻ, ഹല്ലേലൂയ. അങ്ങനെയുള്ള എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചു തുടങ്ങി. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചു തുടങ്ങി. എവിടെ വെച്ചാണോ താങ്കളെ ബ്ലോക്ക് ചെയ്തേ, എവിടെ വെച്ചാണോ താങ്കളെ ബൈൻഡ് ചെയ്തേ, ദൈവാത്മാവ് ഈ സെക്കൻഡിൽ അതിനെ അൺബ്ലോക്ക് ചെയ്യാണ്. Come on. ഒരത്ഭുതം കാണുമെന്ന് ഇന്നും വിശ്വസിക്കുന്നുണ്ടോ? ഒരു ദൈവ മഹത്വം കാണുമെന്ന് ഇന്നും വിശ്വസിക്കുന്നുണ്ടോ? ഒരു മറുപടി എൻ്റെ പ്രാർത്ഥനയിൽ വെളിപ്പെടുമെന്ന് ഇന്നും വിശ്വസിക്കുന്നുണ്ടോ? ഈ ആണ്ട് കഴിയുന്നതിന് മുൻപേ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാകുമെന്ന് ഇന്നും വിശ്വസിക്കുന്നുണ്ടോ? എന്നെ ദൈവം കൈവിട്ടിട്ടില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയുള്ളവരുടെ ടൈമാണ്. അങ്ങനെയുള്ളവർ സംസാരിക്കേണ്ട ടൈമാണ്. അങ്ങനെയുള്ളവർ വ്യക്തിപരമായി എന്നിൽ ആ ശക്തി ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഒരു സമയമാണ്. ചെക്ക് യുവർ സെൽഫ്. അയ്യോ, എൻ്റെ ഈ മേഖലയിൽ ഞാൻ വീണുപോയല്ലോ കർത്താവേ എന്ന് തിരിച്ചറിയുന്നവർക്ക് അത് റിസ്റ്റോർ ചെയ്യേണ്ട ടൈമാണ്. ഡു ഇറ്റ് യുവർ സെൽഫ്. ആസ്ക് യുവർ സെൽഫ്. Holy Spirit of the God, restore now. ഈ സെക്കൻഡിൽ എവിടെയാണോ നീ വീണുപോയത് ആ മേഖല പണിയപ്പെടട്ടെ. ആ മേഖലയിൽ ഒരു ദൈവിക വിടുതൽ വ്യാപരിക്കട്ടെ, ഒരു ഫ്രീഡം. പ്രാർത്ഥിച്ചേ. ദൈവവുമായിട്ടുള്ള ബന്ധം കറക്റ്റാണോ? കർത്താവുമായിട്ടുള്ള റിലേഷൻ കറക്റ്റാണോ? പരിശുദ്ധാത്മാവുമായിട്ടുള്ള റിലേഷൻ കറക്റ്റാണോ? Check yourself. Holy Shaktara Begusha Setiri Bidi Bidi Baba Baba Ram Seteri Bil Koriantalaba Bregatachanteri Antalaraboshes. വലിയൊരു ദൈവമഹത്വം ഇതിനകത്ത് കാറ്റായി വീശുന്നു. വലിയൊരു ദൈവമഹത്വം വീശുന്നു. നമ്മുടെ ബലഹീനതകൾ ചുമക്കാൻ കർത്താവായ യേശു വന്നു. അവിടുന്ന് അങ്ങനൊരു തീരുമാനമെടുത്തു. സ്വർഗം അതിന് ശക്തി പകർന്നത് പരിശുദ്ധാത്മാവിനാലാണെന്ന് അപ്പോസ്തല പ്രവൃത്തി 10:38 സാക്ഷ്യപ്പെടുത്തുന്നു.
താൻ ഈ ഭൂമിയിൽ പൂർണ്ണ മനുഷ്യനായി പൂർണ്ണ ദൈവകൃപയിൽ താൻ ജീവിച്ചു. അശക്തരായ നമ്മളുടെ എല്ലാ ബലഹീനതയും അവിടുന്ന് ചുമന്നു. തന്റെ ശരീരത്തിലൂടെ ഒഴുകിയ യൗവന രക്തം ഒരു തുള്ളി ശരീരത്തിലില്ല എന്ന് തെളിയിച്ചുകൊണ്ട് അവസാനത്തെ പച്ചവെള്ളവും വിലാപ്പുറത്ത് നിന്ന് പുറത്തേക്ക് ഒഴുകി. ഇനി എനിക്ക് നിനക്ക് തരാൻ ഒന്നുമില്ല, എല്ലാം ഞാൻ നിനക്കായി തന്നു എന്ന് അവിടുന്ന് വെളിപ്പെടുത്തി. ആ സ്നേഹത്തിന്റെ പൂർണ്ണതയായി അവസാനം അതും പ്രദർശിപ്പിച്ചു. എന്തെങ്കിലും നിന്നിൽ ഇനി അവശേഷിക്കുന്നോ, ജീവന്റെ ഒരു തുടിപ്പെങ്കിലും അവശേഷിക്കുന്നോ എന്ന് പട്ടാളക്കാരന്റെ കുന്തമുനയിലൂടെ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടിയായി അവിടുന്ന് അവസാനം പച്ചവെള്ളം കൂടെ വിലാപ്പുറത്ത് നിന്ന് പുറത്തേക്ക് ഒഴുക്കുമാറാക്കി. ആ രക്തം തന്ന് എന്നെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും അകൃത്യത്തിൽ നിന്നും വീണ്ടെടുത്തിട്ട് നഷ്ടപ്പെട്ടു പോയ ദൈവത്തിന്റെ ബന്ധവും ശക്തിയും സ്നേഹവും പരിശുദ്ധാത്മാവും എല്ലാം എനിക്ക് വിശ്വാസത്താൽ മടക്കിയെടുക്കാം എന്നൊരു ഉറപ്പ് രക്ത ഉടമ്പടിയാൽ ചെയ്തു. എന്നിട്ട് താൻ പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ മക്കളെ നിങ്ങളുടെ അരികിൽ വരികയില്ല. ആകയാൽ ഞാൻ പോയിട്ട് വേഗം വരും. പോകുന്നത് നിങ്ങൾക്ക് വാസസ്ഥലമൊരുക്കാൻ. ഈ ഭൂമിയിലും എന്നോടുകൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം നിത്യതയിലും എന്നോട് കൂടെ തന്നെ തുടരുവാൻ ആഗ്രഹിക്കുന്നു. ഈ ഭൂമിയിൽ മരണത്താൽ അല്ലാതെ വേർപിരിയുകയില്ലെന്ന് ഉടമ്പടി ചെയ്ത് കൂടെ കൂടിയിട്ട് 1 വർഷം തികയുന്നതിന് മുന്നേ ഉപേക്ഷണ പത്രം കൊടുത്ത് വിട്ടേച്ചു പോകുന്ന ഈ കാലഘട്ടത്തിൽ കുറവുകളും കുറ്റങ്ങളുമുള്ള എന്നോടുകൂടെ ഈ ലോകത്തിലും ഇനി വരുവാനുള്ള ലോകത്തിലും ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ദൈവത്തിന്റെ സ്നേഹം എത്ര ആശ്ചര്യം! ആശ്ചര്യം, ആർക്കും വർണ്ണിക്കാൻ കഴിയാത്ത ആശ്ചര്യ സ്നേഹം. എന്നിട്ട് പറഞ്ഞു, ഞാൻ വരും, ഞാൻ നിങ്ങളെ ചേർത്തുകൊള്ളും. ഞാൻ വരും, ഞാൻ നിങ്ങളെ ചേർത്തുകൊള്ളും. ഞാൻ വരും, ഞാൻ നിങ്ങളെ ചേർത്തുകൊള്ളും. ഈ വാക്ക് എനിക്കിപ്പോഴും എടുക്കാൻ കൊള്ളാന്നുള്ള വാക്ക്. ഈ സ്നേഹം എനിക്കിപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന സ്നേഹം. ഇച്ചിരൂടെ കളറുള്ളതിനെ കാണുമ്പോൾ അങ്ങോട്ടേക്ക് തിരിയുന്ന സ്നേഹം അല്ല ഇത്. ഇച്ചിരൂടെ ഒച്ചത്തിൽ പ്രസംഗിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അങ്ങോട്ട് തിരിയുന്ന ഒരു സ്നേഹം അല്ല ഇത്. ഇച്ചിരൂടെ പ്രവചിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് തിരിയുന്ന ഒരു സ്നേഹം അല്ല ഇത്. ഈ സ്നേഹം അന്നത്തെ പോലെ തന്നെ ഇപ്പോഴും ഇനി മേലാലും എനിക്ക് ആസ്വദിക്കാൻ കഴിയുന്നൊരു സ്നേഹമാണ്. ഹല്ലേലൂയ. ആ നിത്യത ഏതൊരു ദൈവഭക്തന്റെയും അവകാശമാണ്. ആ നിത്യത ഏതൊരു ദൈവ മനുഷ്യന്റെ അവകാശമാണ്. കുഞ്ഞേ, ആ സൗഭാഗ്യത്തിലേക്ക് എത്തിക്കാതിരിക്കാനാ നിലവിലുള്ള ശക്തിയെ പോലും നിന്നിൽ നിന്ന് ചോർത്താൻ സാത്താൻ കിടന്ന് ഈ പാടഞ്ചും പെടുന്നേ. പക്ഷെ ഞാൻ ആത്മാവിൽ പറഞ്ഞോട്ടെ, ധൈര്യത്തോടെ പറഞ്ഞോട്ടെ, അവൻ ഫെയിലാകും. സാത്താൻ ഫെയിലാകും. കാരണം കാൽവരി ക്രൂശിൽ അവന്റെ തലയെ തകർത്ത കർത്താവ്, ജയാലിയായ ദൈവം എന്റെ കൂടെ ഉള്ളത് കൊണ്ട് അവന്റെ എല്ലാ സ്കീമും നിന്റെ മേൽ പകർന്നിരിക്കുന്ന ശക്തിയാൽ എന്റെ ദൈവം തന്നെ തകർത്ത് ആ മഹത്വം എന്റെ ദൈവം എടുക്കും. യേശുവിന്റെ നാമത്തിൽ അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഓ ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകുന്നു. ആ ശക്തി നിങ്ങളിലുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. ആ കൃപ എന്നിൽ ഇപ്പോഴും ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ ഉത്തരവ് നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. ശക്തി പ്രാപിക്കാൻ ഇനി ഉണ്ട് എന്ന് തിരിച്ചറിയുന്നവർക്ക് ഇതൊരു നല്ല സമയം. ഇല്ല, ഇപ്പോഴും ആ ശക്തി എന്നിലുണ്ട് എന്ന ഉത്തരം കിട്ടിയവർക്ക് അപ്പാ ഇതിനെ സംരക്ഷിച്ചു കൊണ്ടുപോകാനുള്ള ഒരു ബലം എന്നിൽ വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാനും ഉള്ളൊരു സമയമാണ്. എല്ലാ കണ്ണുകളും അടയട്ടെ, പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ കൃപയാ കർത്താവേ, ഇതെല്ലാം കൃപയാ. എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരങ്ങളൊക്കെ പിതാവിങ്കൽ നിന്ന് വരുന്നു എന്ന് ഞങ്ങൾ തിരുവെഴുത്തിൽ വായിച്ചിട്ടുണ്ട്. വെളിച്ചങ്ങളുടെ പിതാവിങ്കൽ നിന്ന്
ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ നല്ല ദാനങ്ങൾക്കായി നന്ദി. നന്ദി കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ സാന്നിധ്യവും ശക്തിയും അധികമായി ഞങ്ങളുടെ ഈ കൂട്ടായ്മയ്ക്കകത്ത് വർദ്ധിപ്പിക്കണമേ. വചനം കേൾക്കുന്ന ഓരോ ജനവും അങ്ങയുടെ നാമത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്ന് കർത്താവെ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർ, ആരോഗ്യകാര്യങ്ങളാൽ വ്യസനിക്കുന്നവർ, ബന്ധങ്ങൾ തകർന്ന് വ്യസനിക്കുന്നവർ, പൈശാചിക പീഡകളാൽ ബുദ്ധിമുട്ടുന്നവർ, നിരാശപ്പെടുന്നവർ, കർത്താവെ, അങ്ങനെ പല നിലകളിൽ അശക്തരായിരിക്കുന്ന അനേകർ ഞങ്ങളെ കേൾക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിലുള്ളൊരു ഫ്രീഡം അവരുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവപ്രവൃത്തി ഇവർ കാണട്ടെ, സൗഖ്യം ഉണ്ടാകട്ടെ, വിടുതൽ ഉണ്ടാകട്ടെ, ഓപ്പണിങ്സ് നടക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേട്ടതിന് നന്ദി. മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ, ഈ ചാനലിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്ത് ശുശ്രൂഷിക്കപ്പെടുന്നു. നിങ്ങൾക്ക് രാവിലെ 6:30 വൈകുന്നേരം 6:30 നിങ്ങൾക്ക് ദൈവവചനം കേൾക്കാം, പഠിക്കാം. കർത്താവിനോട് കൂടുതൽ അടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താട്ടെ, മറ്റുള്ളവർ കൂടെ ലിങ്ക് കൈമാറിയാട്ടെ. പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ അയച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സഹായിക്കും. തൻ്റെ വരവിനായി കർത്താവ് നിങ്ങളെല്ലാവരും ഒരുക്കട്ടെ. ഗോഡ് ബ്ലസ് യു.